ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് കാനഡയിൽ പോയി എന്നുള്ളൊരു വീഡിയോ ആണ്. ഫസ്റ്റ് പോയിന്റ്, എൻ്റെ ജോബ്സ്. ഞാൻ ഒരുപാട് ജോലി ഒന്നും ഞാൻ കാനഡയിൽ പോയി. ഞാൻ പോകുന്നത് 2023 2022 വരെയൊക്കെ കാനഡ അത്യാവശ്യം അടിപൊളി സ്ഥലമായിരുന്നു. കൊറോണ ഉണ്ടായി തല പിടിച്ചെന്ന് ആ ഒരു കഥയാണെന്ന് കേട്ടിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ഞാനിപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടായി, ആൾക്കാർക്ക് ജോലിയില്ലാത്ത അവസ്ഥ ഉണ്ടായി. ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. അവിടെ ചെന്നു ജോലി കണ്ടിരിക്കും. അപ്പോഴൊക്കെ ഞാൻ നോക്കുന്നു, 4-5 മാസം പിടിക്കും, 5 മാസം പിടിക്കും ജോലി കിട്ടണമെങ്കിൽ. സെക്കൻഡ് പോയിന്റ്, എല്ലാ ജോലിയും ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ചെറുപ്പം കേട്ടിട്ടുള്ള കാര്യം. വിദേശ രാജ്യങ്ങളിൽ എല്ലാവർക്കും ഒരു പരിഗണനയാണ് തൊഴിലടിസ്ഥാനത്തിലുള്ള ആൾക്കാരെ വിലയിരുത്തുന്നത്. ആക്ച്വലി ഇതുപോലെ തെറ്റായ ഒരു നുണയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള പോലെ തന്നെ അവിടെയും ജോലിക്കും എന്ത് കാര്യമാണ് കഴിക്കുന്നത് ആ കാര്യമുള്ള റെസ്പെക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. തേർഡ് പോയിന്റ്, ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു സംഭവമാണ് ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് എനിക്കിപ്പോൾ നിന്ന് ഇന്ത്യയിൽ കിട്ടുന്ന റാങ്കയിൽ അതിൻ്റെ മണ്ടയിൽ ലൈഫ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ ജീവിക്കുന്നത് അത്യാവശ്യം നല്ലൊരു വീട്ടിലാണ്. എനിക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും കാണാത്ത ഒരാൾക്കെ സംബന്ധിച്ച് അവർക്ക് ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫീൽ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിന് തന്നെ 1,500 രൂപയാവും. അതെന്ന് പറയുന്നത് എൻ്റെ 1 വീക്ക് സാലറിയാണ്. അതെൻ്റെ സ്വന്തമല്ല. അടുത്ത മാസം എനിക്ക് റെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല. പിന്നെ പ്രൊഡക്റ്റിനും ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രൊഡക്ട്സിന് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നമ്മളൊക്കെ ഒരു സ്റ്റുഡൻ്റായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പോട്ടെ, ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പോലും നമുക്ക് ഇത് ഫുള്ളും നമുക്ക് അങ്ങനെ മേടിക്കാൻ ഇവിടെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെ അവിടെയും കിട്ടുന്നുള്ളൂ. ഈ പറയുന്ന എന്താ പറയാ, ഒരു പാക്കറ്റ് മാഗിക്ക് ഒരു 10 രൂപയും അവിടെ ഒരു യാർഡ് കാണാമില്ല. ഐ മീൻ എനിക്ക് 2 മാഗി കഴിച്ചിട്ടും സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ സോ എന്നെ സംബന്ധിച്ച് ഇപ്പം ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ കിട്ടുമെന്ന് എനിക്ക് അങ്ങനെ ഒരു രാജ്യം പറയാണ്ട് എനിക്ക് കിട്ടുന്നില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂവിന് മാത്രമാണ്. നമ്മുടെ വർക്കിംഗ് വാല്യൂ ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മളൊരിപ്പം ഡോക്ടറായിട്ട് അവിടെ ചെല്ലുക, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറായിട്ട് അവിടെ ചെല്ലുക, മേ ബി യു ക്യാൻ ഗെറ്റ് എ ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതർ ദാൻ ദാറ്റ് ഐ ഡോണ്ട് നോ. നിങ്ങൾ സാധനം ജോലിക്ക് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടത്തില്ല. പുറത്ത് പോയി എന്ന് പറയുന്നത് പെയർ പ്രഷർ അല്ലെങ്കിൽ ഫാമിലി പ്രഷർ. നമ്മുടെ വിദേശത്ത് വരുന്ന ആൾക്കാർ എനിക്കാണെങ്കിൽ 1000 കാലം ഉണ്ടായിരുന്നു. 1000 കാലം പറഞ്ഞാൽ ആക്ച്വലി ലൈക്ക് ഒരു മാസത്തെ അല്ല, ഒരു 2 മാസം 2 മാസം 2 ആഴ്ചത്തെ പൈസ 1000 കയറും. ബട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കും 1000 കാലം 2 ആഴ്ച മതി. അതുപോലെ തന്നെ വീട്ടുകാർ റെസ്പെക്ട്. പിന്നെ അവൻ്റെ മോൻ അവിടെ പോയി നമുക്ക് ഭയങ്കര നാട്ടിലാണ് നമുക്ക് ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ കാനഡയ്ക്ക് പോയില്ലേ, ജർമ്മനിക്ക് പോയില്ലേ, അല്ലെങ്കിൽ സർക്കാർ സർക്കാർ നോക്കുന്നില്ലേ. എനിക്ക് എൻ്റെ ലൈഫാണ്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പോയ സ്റ്റുഡൻ്റായിട്ടാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പത്തേനും ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ റിലേറ്റീവ്സ് നമ്മളവിടെ ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ ഇഷ്ടം അങ്ങനെ ഒരു കാഴ്ചപ്പാടും മറ്റൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട വാക്കൊന്നും നമ്മൾ കരുതും. പിന്നെ സോ പിയർ പ്രഷറും ഫാമിലി പ്രഷറൊക്കെ പിയർ പ്രഷറും ഫാമിലി പ്രഷറും കാണാൻ എനിക്ക് പോയത്. പിന്നെയുള്ള പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഡിസിഷൻ എടുക്കാൻ പറ്റും. ആക്ച്വലി കാനഡയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. നമുക്ക് സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അതായത് നമുക്ക് എല്ലാ മാസവും സാലറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില ദിവസം വിൻ്റർ ആയതുകൊണ്ട് ഓഫാവും. നമുക്ക് എപ്പോഴും സൊസൈറ്റി ആശ്രയിക്കേണ്ടതായ ഒരു അവസ്ഥയുണ്ടാവും. എന്നെപ്പോലെ ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോസ്റ്റ് ഓഫ് ദം ലിവ് ടുഗദർ. സോ എൻ്റെ 5 ആഗ്രഹവും ഞാൻ പോകാനുണ്ടായ പല കാരണങ്ങളും ഒന്നും തന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. സോ അതിനെ കാണാൻ വേണ്ടി ഉള്ളതല്ല. സോ ഓക്കെ, ബൈ.